ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4 8ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ഇദ്ധമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവ മുക്തഭക്തകുലമൗലിതാം ഗദാ സഞ്ചരേമ ശുകനാരദാദിവത്. ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, ഞങ്ങളിങ്ങനെ അഷ്ടാംഗയോഗ അഭ്യസനമൊക്കെ ചെയ്ത് പരബ്രഹ്മദർശനമൊക്കെ നടത്തി കഴിയുമ്പോൾ ഞങ്ങൾക്കും ശുഗബ്രഹ്മർഷിയെപ്പോലെയും നാരദരെ പോലെയും തികഞ്ഞ ആനന്ദാനുഭൂതികൾ അനുഭവിച്ചുകൊണ്ട് പരബ്രഹ്മ ദർശനത്തിലുള്ള സന്തോഷാനന്ദ അതിരേകത്തോടെ ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാൻ ഇടയാക്കുമാറാക്കി തരണേ എന്നാണ് ഭഗവാനോട് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലെ അർത്ഥം നോക്കാം. ആദ്യത്തെ 2 വരികൾ നോക്കാം. ഇദ്ധമഭ്യസന നിർഭരോല്ലസ ത്വത് പരാത്മസുഖ കൽപ്പിതോത്സവാഹ. ഇദ്ധം ഇപ്രകാരം, അഭ്യസനം അഷ്ടാംഗയോഗ അഭ്യസനം, നിർഭരം നിറഞ്ഞുകവിഞ്ഞ, ഉല്ലാസത്തോടെ സന്തോഷത്തോടെ. ഇപ്രകാരം അഷ്ടാംഗയോഗ അഭ്യസനം കൊണ്ട് നിറഞ്ഞുകവിഞ്ഞ ആനന്ദാതിരേകത്തോടെ ത്വത് പരാത്മസുഖ കൽപ്പിതോത്സവ. ത്വത് അങ്ങ് തന്നെ ആയിരിക്കുന്ന പരാത്മസുഖ പരമാനന്ദ ദർശനം കൊണ്ടുണ്ടായ ആനന്ദാനുഭവ സുഖം, കൽപ്പിതോത്സവ കൽപ്പിതം അതുകൊണ്ടുണ്ടായ ഉത്സവത്തോടെ ഉത്സാഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ. ഇപ്രകാരം ഞങ്ങൾ യോഗാഭ്യസനം കൊണ്ട് അവിടുന്ന് തന്നെ ആയിരിക്കുന്ന പരബ്രഹ്മദർശന ആനന്ദാനുഭവം കൊണ്ടുണ്ടായ അളവറ്റതായ ഹർഷാതിരേകത്തോടു കൂടിയവരായിട്ട് മുക്തഭക്തകുലമൗലിതാം ഗതാഹ സഞ്ചരേമ ശുക നാരദാദിവത്. മുക്ത എന്നിവിടെ പറയുന്നത് ജീവൻ മുക്തന്മാരായ എന്നാണ്. ജീവൻ ഉണ്ടെങ്കിലും സമാധി അവസ്ഥയിൽ അഷ്ടാംഗയോഗ മാർഗ അഭ്യസനമെല്ലാം ചെയ്ത് സമാധി അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് പരമാനന്ദ അനുഭൂതിയിൽ ലയിച്ച് പരബ്രഹ്മ ദർശനം കിട്ടിയിരിക്കുന്ന, എന്നാൽ പൂർണ്ണമായും ലൗകിക കാര്യങ്ങളിൽ നിന്ന് അകന്ന് പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനിൽ മാത്രം ലയിച്ച് ജീവിക്കുന്നവർ, അതാണ് ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നത്. മുക്തഭക്തകുലമൗലിതാം, ജീവൻ മുക്തന്മാരായ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നവരായ, കുലമൗലിതാം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നവരായ അല്ലെങ്കിൽ ശ്രേഷ്ഠ പദവിയിൽ എത്തിയവരായ ഭക്തന്മാർ. മുക്തഭക്തകുലമൗലിതാം, ജീവൻ മുക്തന്മാരായ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരായവർ ഗതാഹ നടക്കുന്നത് പോലെ, അവർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അവർ പോകുന്നത് പോലെ, സഞ്ചരേമ സഞ്ചരിക്കുമാറാകണേ, ശുകനാരദാദി വത്. ശുകനാരദാദി ശുഗബ്രഹ്മർഷി, നാരദര് തുടങ്ങിയവരെ പോലെ, വത് പോലെ. ശുകനാരദാദിവത് എന്നാൽ ശുഗബ്രഹ്മർഷിയെയും നാരദരെയും പോലെ. ജീവൻ മുക്തന്മാരായ ഭക്തന്മാരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠ പദവിയിലുള്ള ശുഗബ്രഹ്മർഷി, നാരദർ തുടങ്ങിയവർ പോയതുപോലെ പരമാനന്ദാനുഭൂതിയിൽ ലയിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാൻ ഞങ്ങൾക്കും സാധിക്കുമാറാകണേ എന്നാണ് ഈ രണ്ടാമത്തെ 2 വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥമൊന്ന് പറയാം. ഇപ്രകാരം കഠിനമായ അഷ്ടാംഗയോഗ മാർഗത്തിലെ 8 ഘട്ടങ്ങളും വിദ്യാവണ്ണം അനുഷ്ഠിച്ച് യോഗാഭ്യസനം ചെയ്തുകൊണ്ട് അങ്ങു തന്നെ ആയിരിക്കുന്ന പരബ്രഹ്മത്തിൻ്റെ ആ ദർശനം കൊണ്ടുണ്ടായ ആനന്ദാനുഭവം കൊണ്ട് അളവറ്റതായ ഹർഷാതിരേകത്തോടു കൂടിയവരായിട്ട് അല്ലെങ്കിൽ ആനന്ദാനുഭൂതിയോടു കൂടിയവരായിട്ടുള്ള ഈ ഞങ്ങൾക്ക്
ജീവൻ മുക്തന്മാരായ ഭക്തശിരോമണിമാരിൽ അഗ്രേസരന്മാരായ ശുകബ്രഹ്മർഷി, നാരദർ തുടങ്ങിയവർ സഞ്ചരിക്കുന്നത് പോലെ പരമാനന്ദാനുഭൂതിയിൽ ലയിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാൻ ഇടയാക്കുമാറാക്കിത്തരണേ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. ഇദ്ധമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ മുക്തഭക്തകുലമൗലിതാം ഗതാ സഞ്ചരേമ ശുകനാരദാദിവത്. 9ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.